ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ അടുത്ത സെഗ്മെന്റ് സ്റ്റേ ഹെൽത്തി. അടുത്തായിട്ട് നമുക്ക് പത്മാസനത്തിന് പരിചയപ്പെടാം. പത്മാസനം ശ്രേഷ്ഠമായ ഒരു യോഗാഭ്യാസ മുറയാണ് പത്മാസനം. പത്മാസനത്തിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉദ്ധിത പത്മാസനം, ലോല പത്മാസനം, ബദ്ധ പത്മാസനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ഉദ്ധിത പത്മാസനം ഒന്ന് പരിചയപ്പെടാം. കാലുകൾ നീട്ടിവെച്ചിരിക്കുന്നു, പത്മാസനത്തിലിരിക്കുന്നു. കൈകൾ രണ്ടും തറയിൽ കുത്തിവെച്ചിരിക്കുന്നു. ശരീരത്തിനെ ഒന്ന് ഉയർത്തുകയാണ് നമ്മൾ ഉദ്ധിത പത്മാസനത്തിലൂടെ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ലോല പത്മാസനത്തിനെ പരിചയപ്പെടാം. ലോലം എന്നാൽ ഊഞ്ഞാലാടുക എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ആടുക എന്നതാണ് ലോല പത്മാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ബദ്ധ പത്മാസനമാണ്. ബദ്ധ പത്മാസനം ശരീരത്തിന് മെയ്വഴക്കം ലഭിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അത് തുടക്കക്കാർക്ക് അത് പെട്ടെന്ന് അഭ്യസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. 3 യോഗാസനങ്ങൾ അഭ്യസിച്ച ശേഷം മാത്രമേ പത്മാസനം ചെയ്യാൻ പറ്റുകയുള്ളൂ. പത്മാസനത്തിലിരിക്കുക. വലതു കൈ ഇടതു കാലിന്റെ തള്ളവിരലിലും ഇടതു കൈ വലതു കാലിന്റെ തള്ളവിരലിലും പിടിക്കുന്നു. നട്ടെല്ല് നിവർന്നാണിരിക്കുന്നത്. ദൃഷ്ടി നേരം ഫ്രണ്ടിലോട്ടാണ്. നോർമൽ ബ്രീത്തിങ്ങിലാണ് ഈ സമയം ഇരിക്കുന്നത്. വീണ്ടും നമ്മൾ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. കൈകൾ നേരെ അയച്ചിടുന്നു, കാലുകൾ അയച്ചിട്ട് സുഖാസനത്തിലിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഉഷ്ട്രാസനമാണ്. ഉഷ്ട്രം എന്നാൽ ഒട്ടകം എന്നാണ് അർത്ഥം. ഒട്ടകത്തിന്റെ മുതുകിലെ കൂണിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു യോഗാസനമാണ് ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം ചെയ്യുന്നതിലൂടെ നടുവേദന അകലാനുള്ള ഒരു നല്ലൊരു എക്സസൈസ് ആണ് ഉഷ്ട്രാസനം. നമുക്ക് ഈ യോഗാസനം ഒന്ന് പരിചയപ്പെടാം. മുട്ട് കുത്തി നിർത്തിയിരിക്കുന്നു. കാലുകൾ നേരെ പുറകിലോട്ട് നീട്ടിയിട്ടിരിക്കുന്നു. കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ നേരെ വലത് കാലിന്റെ ഉപ്പൂറ്റിയിൽ പിടിക്കുന്നു. അതുപോലെ തന്നെ ഇടതു കൈ ഇടതു കാലിന്റെ ഉപ്പൂറ്റിയിൽ പിടിക്കുന്നു. ഫ്രണ്ട് പുഷ് ചെയ്തിരിക്കുന്നു. മുകളിലോട്ടാണ് ദൃഷ്ടി. വീണ്ടും നമ്മൾ 4th സ്റ്റേജിൽ നിന്ന് 3rd സ്റ്റേജിലോട്ട് വരുന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് പാർശ്വപാദാസനമാണ്. ശരീരത്തിന് മെയ്വഴക്കം കിട്ടാൻ വളരെ നല്ലൊരു എക്സസൈസ് ആണ് പാർശ്വപാദാസനം. ഇടുപ്പിലെ കൊഴുപ്പകലാനും വളരെ നല്ലൊരു യോഗാഭ്യാസ മുറയാണ്. നമുക്ക് ഈ യോഗാഭ്യാസം ഒന്ന് പരിചയപ്പെടാം. കാലുകൾ നീട്ടി വെച്ചിരിക്കുന്നു. മുട്ട് കുറച്ചൊന്ന് മടക്കി, കൈ ശരീരത്തിലൂടെ ഒഴുകി, ശ്വാസം എടുത്തുകൊണ്ട് കൈ ശരീരത്തിലൂടെ ഒഴുകി തള്ളവിരലിൽ പിടിക്കുന്നു. സാവധാനം കാല് നിവർക്കുന്നു. നെറ്റി നെഞ്ചിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ നേരെ പുറകിലോട്ട് നീട്ടുന്നു. പശ്ചിമോത്താസനം പൂർത്തിയാവുന്നു. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണത് സിംഹാസനമാണ്. സിംഹത്തിന്റെ ചേഷ്ടകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ആണ് സിംഹാസനം. സിംഹാസനം മുഖത്തിന്റെ തേജസ് വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു എക്സസൈസ് ആണ്. അതുപോലെ സിംഹാസനം നമ്മുടെ അലർജി പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. നമുക്ക് ഈ യോഗാസനം ചെയ്യാം. കാല് പുറകിലോട്ട് നീട്ടിയിട്ടിരിക്കുന്നു. മുട്ടുകൾ അകന്നാണിരിക്കുന്നത്. മാക്സിമം അകത്തി വെച്ചിരിക്കുന്നു. കൈ നിലത്ത് കുത്തിയിരിക്കുന്നു. കൈപ്പത്തികൾ അകത്തോട്ട് എന്നുള്ള രീതിയിലാണ് കൈ കുത്തി നിർത്തിയിരിക്കുന്നത്. ശ്വാസം എടുക്കുന്നു. ദൃഷ്ടി മൂക്കിനിരുവശങ്ങളിലേക്ക് പതിപ്പിക്കുന്നു. നാക്ക് വെളിയിലോട്ട് നീട്ടി ഒരു ഗർജനമാണ് ഉണ്ടാവുന്നത്. വീണ്ടും നമ്മൾ സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് തപാൽബനി ചെയ്യുന്നു. ശ്വാസം എടുക്കുന്നു. ദീർഘമായി ശ്വസിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് തട്ടുതട്ടായിട്ടാണ് ശ്വാസം വിടുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ചക്രാസനമാണ് ചെയ്യുന്നത്. ശരീരത്തിനെ ഒരു ബ്രിഡ്ജ് പോലെ മുകളിലോട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ആബ്ഡമൻ
വയറിനെ മുകളിലോട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. കാലുകൾ നീട്ടി വെച്ചിരിക്കുന്നു, പുറകിലോട്ടൊന്ന് ആഞ്ഞ് കിടക്കുന്നു. കൈകൾ നിലത്ത് പതിപ്പിച്ചു വെച്ചിരിക്കുന്നു. കാലുകൾ മടക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് അബ്ഡമൻ ഭാഗം ഉയർത്തുന്നു. തല നേരെ കീഴ്പോട്ട് ആണ്. കൈകൾ പതിയെ ബോഡിയെ തറയിലോട്ട് വെക്കുന്നു. കാലുകൾ നീട്ടിയിട്ടിരിക്കുന്നു. ലോങ് സിറ്റിംഗ് 1 എഴുന്നേൽക്കുന്നു. ഇത്ര നേരം നമ്മൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഉള്ള യോഗാസനങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പം കിടന്നുകൊണ്ടുള്ളതൊന്നും ട്രൈ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉദ്ദിഷ്ട പാദാസനം. ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം നമ്മളൊന്ന് കിടക്കുന്നു, പിന്നെ കാലുകളൊന്ന് പൊക്കുന്നു. 2 കാലും ചെറുതായിട്ടൊന്ന് പൊക്കി ഈ ഒരു ആംഗിളിൽ കൊണ്ടുവരണം. എത്രയും നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും ബെനിഫിഷ്യൽ ആണ്. ഈ എക്സസൈസിന്റെ ഏറ്റവും നമുക്ക് കിട്ടാനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെല്ലി ഫാറ്റ്. സ്ത്രീകൾക്ക് ഏറ്റവും ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ബെല്ലി ഫാറ്റ്. അപ്പം അത് ബേൺ ചെയ്യാനും അല്ലാതെ തന്നെ കിഡ്നി പ്രോബ്ലം, യൂറിനറി ഇൻഫെക്ഷനും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ആണ് ഈ പറഞ്ഞ ആസനം. സോ അടുത്ത സെഗ്മെന്റ് മൈ കിച്ചൺ. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് നമ്മുടെ സ്വന്തം രാജിയാണ്. നമ്മുടെ നോർത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്ന രാജി. ഇന്നത്തെ നമ്മുടെ അപ്പൊ പ്രിപ്പറേഷൻ എന്താണ്? ഇന്ന് നമ്മള് രാജ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് രാജ്മ, കിഡ്നി ബീൻസ് അത് മാത്രമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും? ഇതിന്റെ കൂടെ നമ്മള് ജീര റൈസ് ആണ് ഇന്നൊന്ന് കാണിക്കാൻ പോണത്. ജീര റൈസ് ഭയങ്കര ഈസിയാണ്, വേറെ കഷ്ടപ്പാടൊന്നുമില്ല അതില്. അതില് ബിരിയാണി റൈസ് പോലെ എന്തെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനത്തെ റൈസ് വെച്ചിട്ട് ജീര റൈസ് ആൻഡ് രാജ്മ അല്ലേ? അതെ, അതാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. തീർച്ചയായും. കിഡ്നി ബീൻസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞില്ലേ, കിഡ്നി ബീൻസ് ഏറ്റവും നല്ലതാണ് ബോഡിക്ക്. അത് ബേസിക്കലി കിഡ്നിക്കാണ് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ ശരിക്കും. ഒരു അല്ലേ, അത് ഹെൽത്തി ആയിട്ടാണ്. ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും റൈസിന്റെ കൂടെ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മൾ ദാൽ മഖനിയൊക്കെ കഴിച്ചു, യമ്മി ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ജീര റൈസിന്റെ കൂടെ കഴിക്കും. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്മയാണ്. നമ്മൾ ഓൾറെഡി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്, കുതിർത്തി വെച്ചതിന് ശേഷം. പിന്നെ നെക്സ്റ്റ് ഡേ അത് ബോയിൽ ചെയ്ത് വെച്ചു. ഇനി ഇത് ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം ബോയിൽ ചെയ്താൽ പോരാ, 2 പ്രാവശ്യം ബോയിൽ ചെയ്യണം. ഒന്ന് മസാല ഇട്ടിട്ടും ഒന്ന് ബോയിൽ ചെയ്യണം. അതെ, അത് കാരണം ഇത് വേവാൻ കുറച്ചും മസാല ഇട്ടു. ഇതിലിപ്പോ മസാല ഒന്നും ഇട്ടിട്ടില്ല, ഇതിൽ സോൾട്ട് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തു. സോൾട്ട് ഇട്ടിട്ട് ബോയിൽ ചെയ്ത രാജ്മ. പിന്നെ നമ്മൾ എടുക്കുന്നത് റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയൻസ്, സവാള ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട്. അത് റഫലി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഇതായിട്ട് ചെയ്യണമെന്നില്ല, ചെറുതായിട്ട് നുറുക്കിയത്. പിന്നെ ഗാർലിക് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഗാർലിക് ഇഷ്ടം ഉള്ളതനുസരിച്ചിട്ട് നമുക്ക്. അതെ, ഇത് മൂന്നിന്റെ നമ്മൾ പേസ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഈ റഫ്ലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ഒന്ന് മിക്സിയിൽ ഒന്ന് നല്ലപോലെ ഒന്ന് അല്ല നമ്മൾ ചെയ്യുന്നത്, ശരിക്കും അത് പ്യൂറി ആക്കണം. അതെ, അപ്പൊ അതിനുള്ള ഇനിഷ്യേറ്റീവ് ആണ്. അതെ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, ഗരം മസാല, പുതിയ സാധനം ഗരം മസാല. അതെ, നല്ല മണമുള്ള ഒരു സാധനം. അതെ, ഇതും വീട്ടിൽ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതാണ്, എല്ലാം വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സ്പെഷ്യലി എല്ലാം പൊടിച്ചത് ഇവിടെ തന്നെയാണ് പൊടിച്ചെടുത്തത്. കയറി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൊപ്ര എങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട്. അത് വരെ നമ്മൾ തന്നെ ഇവിടെ തന്നെ ആട്ടിയെടുത്ത് ഓയിലേ യൂസ് ചെയ്യുന്നുള്ളൂ, ഹെൽത്തി ആയിട്ട്. തീർച്ചയായും. പിന്നെ ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. നല്ലപോലെ പേസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അതിന്റെ ഒരു ടിപ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്
ആദ്യം ബോയിൽ ചെയ്തിട്ട് പറയൂ നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പറയാം, തീർച്ചയായും. ആദ്യം ടൊമാറ്റോ എടുത്ത് അതിന്റെ ടോപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നൈഫ് വെച്ചിട്ട് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ക്രോസ് കട്ട് ചെയ്തിട്ട് ഇത് ഉപ്പിട്ട വെള്ളത്തിൽ ബോയിൽ ചെയ്യാം നല്ലപോലെ. ബോയിൽ ചെയ്തതിന് ശേഷം അതിന്റെ സ്കിന്നൊക്കെ ഇളകി വരും. അപ്പൊ അത് തണുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിക്കുക, നല്ലപോലെ പ്യൂരി ആക്കിയിട്ട് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് അത് ഓപ്ഷനിലാണ്, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേടാവാതെ ഇരിക്കും. അപ്പൊ അതൊരു ഇതാണ്. യെസ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ബട്ടർ വി ഹാവ്, കൊറിയൻഡർ, പിന്നെ നമ്മുടെ സീക്രട്ട്. യെസ്, അതും ഇത് രാജ്മയുടെ സ്റ്റോക്കാണ്. രാജ്മ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ട് അതിന്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ച് വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്യരുത്, ഒന്നും കളയരുത് എന്നുള്ള കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഡിഷും നമ്മൾ അന്ന് ഇതുപോലെ പറഞ്ഞു, അത് ഒന്നും കളയേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ ഇതിന്റെ, അതാണ് അതിന്റെ ടേസ്റ്റ് കൂട്ടുന്നത്. തീർച്ചയായും. ഇനി നമുക്ക് ഇതൊന്ന് ആദ്യം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഉള്ളിയും ഗാർലിക്കും ജിഞ്ചറും കൂടി ഇട്ടിട്ട് പേസ്റ്റ് ചെയ്തു. അത് ഫൈൻ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല പ്യൂരി ആയിട്ട് കിട്ടും. ഈ ഒരു കണ്ടീഷനിലായി കിട്ടും. അതെ. അപ്പൊ അതൊന്ന് പ്യൂരി ആയി കിട്ടണം. അപ്പൊ നമുക്കിത് പാൻ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മെല്ലെ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കൂടുതൽ വേണം. ഇതാണ് നല്ലോണം ഇട്ടോളും, നല്ല സ്വാദായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, പിന്നെ കുറച്ച് വെള്ളത്തില് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചൊരു പ്യൂരി ആയിട്ട് നമ്മള് മിക്സ് ചെയ്യുന്നു. നമ്മൾ പേസിഗിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുവറ നമ്മൾ ഇത്തിരി കൂട്ടി വെക്കാം. നല്ല മണം. ഇനി ഇത് നല്ലപോലെ ഇതിപ്പോ നമ്മള് ഇതിപ്പോ ഗീ ഇതിന്റെ നെയ്യ് ഇതിന്ന് സെപ്പറേറ്റ് ആവുന്ന ഇത് കണ്ടില്ല, ബബിൾസ് ഒക്കെ വരുന്നു. അത് സെപ്പറേറ്റ് ആയി കഴിയുന്ന ആ ഒരു ടൈമില് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ എല്ലാം ഗീ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് നമ്മൾ പറയുന്ന കാര്യമാണ്. 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് 3 സ്പൂൺ ഇടുന്നുണ്ട്. 3 ചെറിയ സ്പൂണാണ്. ഇത് നമ്മൾ ചെറിയ സ്പൂണാണ്. 3 സ്പൂൺ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചാൽ നമ്മൾ ഗരം മസാല പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വീട്ടിലെല്ലാം പൊടിച്ചിട്ട് ഒരു ഡബ്ബയിലിട്ട് വെച്ചാൽ മതി, ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ ഫൈനായിട്ട് നോക്കും. നല്ലപോലെ അത് മിക്സ് ആവുന്നുണ്ട്. അതും ആവശ്യത്തിന് കുറച്ച് മതി. ആകരുത്. അപ്പൊ നമ്മളിപ്പോ രാജ്മ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രഷർ കുക്ക് ചെയ്യാം നമുക്ക്. നമുക്ക് തീ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് രാജ്മ ആഡ് ചെയ്യാം. വെള്ളം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ അത് തന്നെ സീക്രട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. തീർച്ചയായും വെള്ളം ഇല്ലാണ്ട് ഇത് ഒന്നും കൂടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൽ കോട്ടായിട്ട് കിടക്കണം. ഇതിൽ നമ്മൾ ഈ പേസ്റ്റ് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റോക്ക് വയ്ക്കാം. സ്റ്റോക്ക് വെച്ചു. അത് നോക്കിയിട്ട് വയ്ക്കാം. ഒരു മിനിറ്റ് നോക്കിയിട്ട് വയ്ക്കാം. ഒന്ന് ഇളക്കിയിട്ട് അതിനാണ് ഇത് മാറ്റി വെച്ചത്. കാരണം അത് ആവശ്യത്തിന് മതി. എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച്. ഒരു തിക്ക് ഗ്രേവിയാണ് ഇതിന് വേണ്ടത്. കുറച്ചും കൂടെ ഒഴിച്ചോ. മതി. നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു വിസിൽ മതിയാവും. അത് കണ്ടില്ലല്ലോ. അതിന്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് പറഞ്ഞ പ്ലാസ്റ്റിക് ഇപ്പൊ പോയത്. ഇപ്പൊ കുക്കറിന് നമ്മള് നല്ലോണം അടച്ചു വെച്ചു. നല്ലോണം ഒന്ന് ഹൈ ആണോ സിം ആണോ? ഇപ്പൊ നമ്മൾ മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഹീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ജീര റൈസിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാം.
ഇനി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇരിക്കുന്നുണ്ട്. ഹാഫ് കുക്ക്ഡ് അല്ല, ഫുള്ളി കുക്ക്ഡ് ആണ്. പക്ഷെ ഇത് ഇത്തിരി ഇങ്ങനെ വിട്ട് നിൽക്കണം. അത് വിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇത്തിരി ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞു. നമ്മൾ ജീര റൈസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇനി അടുത്തത്. നമ്മുടെ രാജമ്മയും പിന്നെ ജീര റൈസ്. നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ജീര റൈസ് അല്ലേ പറഞ്ഞ, അപ്പൊ ജീരകം റൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ജീര റൈസ് കൊണ്ട് ഇത് ഭയങ്കര സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഈ നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ ജീരകം നിൽക്കണം. അതിനൊന്ന് തടുക്ക ചെയ്യും. ഇതൊന്ന് നല്ലപോലെ പൊട്ടണം. നല്ല മണം വരുന്നുണ്ട്. ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവും. പിന്നെ അതിന്റെ അരോമ മാറും. ശരിക്കും മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അധികം വെയിറ്റ് ചെയ്യണ്ട. പെട്ടെന്ന് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ജീര റൈസാണ്. ഇത് ജീരകം കൊണ്ട് ഗുണങ്ങളുണ്ട്, വയറിന് നല്ലതാണ്. എന്തൊക്കെയാണത് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വയറ് ക്ലീൻ ആവാനൊക്കെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് അധികം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ ചോറില്ലേ, ഈ അരി ഭക്ഷണം നമ്മൾ പൊതുവെ കഴിക്കുമ്പോൾ അതിന് കൊഴുപ്പുണ്ടാവും. പിന്നെ ജീര റൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന. കാരണം ഈ തണുപ്പ് കാലത്തൊക്കെ ഇത് ഇവിടെ പറയുകയാണെങ്കിൽ മഴക്കാലത്ത് പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം കുട്ടികൾ പൊതുവെ കഴിക്കാനൊക്കെ ഇത്തിരി മടി കാണിക്കും ഭക്ഷണമൊക്കെ. പിന്നെ തണുപ്പ് ജലദോഷമൊക്കെ വരും. അപ്പൊ ഈ ഒരു ഫോമില് ഇത് ജീര റൈസ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് കഴിച്ചു എന്ന് പറഞ്ഞാൽ കഫക്കെട്ടൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അതെ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ, അതും കുട്ടികൾക്ക് കഫക്കെട്ട് ജലദോഷം ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇത് തണക്കണം, എന്നിട്ട് ഇറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് സ്റ്റിക്കാവും. തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഈ തടുക്കയുടെ കൂടെ ചേർത്താൽ അതും വയറ്റിന് നല്ലതാണല്ലോ. ഗ്യാസ് ട്രബിൾ വല്ലതും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഈ ഫോമിലാണ് കൊടുക്കുക. കാരണം ഇത് കഫക്കെട്ട് ജലദോഷവും അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീര റൈസ് റെഡിയായി. ഇനി നമുക്ക് ഇത് സെർവിംഗ് ഡിഷിലേക്ക് ഇടാം. അതിന് മുമ്പ് എനിക്ക് മറ്റേ കറിയുടെ കാര്യം അത് നമുക്ക് ഇപ്പൊ നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് സെർവ് ചെയ്ത് സർപ്രൈസിലിരിക്കട്ടെ. നമുക്ക് ജീര റൈസ് ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ തണുത്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യില്ലാന്ന്. തണുത്ത് കഴിഞ്ഞാൽ ഇത്തിരി ക്ഷമയോടെ ഇരിക്കാം. അതെ, കുറച്ച് ക്ഷമ വേണം. എന്നെ പോലെയുള്ളവർക്ക് ഇത് പറ്റിയ പെട്ടെന്ന് ചിലർ പറയാതെ സ്റ്റിക്ക് ആവുന്ന നമ്മൾ ചെയ്തിട്ട് ആവുന്നില്ല എന്ന് പറയും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കുറച്ച് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് അങ്ങനെ തന്നെ ഇളകി വരും. കാരണം നമ്മൾ ഗീ അതുകൊണ്ടാണ് ആഡ് ചെയ്യണത് ജീര റൈസിൽ. നമ്മുടെ രാജ്മ കിഡ്നി ബീൻസ് ഇതിൽ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതുണ്ട് ചോപ്പ് നമ്മുടെ കൊറിയൻഡർ, അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടിടാം. ജിഞ്ചർ ആക്ച്വലി ഇതിൽ കിടക്കണം മുകളിൽ തന്നെ. ഇത് കഴിക്കുമ്പോഴും ഈ ഒരു ഫോമിൽ ഇളക്കിയിട്ട് തന്നെ കഴിക്കണം. കഴിക്കാൻ നല്ലതാണ്. ക്ഷമയില്ല. ജീര റൈസ് കുറച്ച് കൂടുതലാവാം. നമ്മുടെ രാജമ്മ എല്ലാരും ഇവിടെ ചിരിക്കുന്നുണ്ട്. ഭയങ്കര ചിരി. ഇനി ഒന്ന് രണ്ടും കൂടെ അപ്പൊ ഇതാ എടുത്തിരിക്കുകയാണ്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടുണ്ട്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞ. എല്ലാവർക്കും കഴിപ്പിക്കണം. അതിലാണ് കഴിപ്പിച്ച് നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ നേടുന്നുണ്ടല്ലോ, അതിനെ പറ്റിയ ഒരു സാധനമാണിത്. ശരിക്കും ഹെൽത്തിയാണ് ആൻഡ് ടേസ്റ്റി. ഹെൽത്തി മാത്രമല്ല ടേസ്റ്റിയാണ്. ചിലതൊക്കെ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, വായിൽ വെക്കാൻ കൊള്ളില്ലായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. താങ്ക് യു. എന്തായാലും ഞാനും കൂടെ കഴിപ്പിക്കാം. സൂപ്പർ സാധനം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ ഇന്നത്തെ എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മഹാലക്ഷ്മി.